Hello everyone, good evening. Welcome to my channel, Fortune Lovers. First of all, I would like to apologize because I was not regular. So, I asked the universe to pick up the right card for the patients, and here they are. The first card I've already picked up so that I don't waste time shuffling and then connecting to the universe and then pick up a card which might cause a delay in you also might get bored you know to see my channel. Okay, as I said, I've taken the first card. The card is two of wands. Now, two of wands is like, see, it's like you have a globe in your hand. Now you need to decide where to actually turn it. So the globe is in your hand. That means what it says is you are on the right path. So ഞാൻ പറഞ്ഞതുപോലെ ഗ്ലോബ് ഇൻ ദ ഹാൻഡ് റെപ്രസെൻസ് ഇറ്റ്സ് ലൈക്ക് എ റിമോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടതുപോലെയാണ്. സോ എന്താ വേണ്ടതെന്ന് യു ഷുഡ് നോ വാട്ട് യു വോണ്ട്. അത്രയ്ക്ക് നല്ലൊരു പീരിയഡാണ്. ഇറ്റ്സ് എ ടൈം ഫോർ പൈഷ്യൻസ്. റിയലി യൂട്ടിലൈസ് ദ ടൈം ഞാൻ പറയുന്നു. അത് ടു ഓഫ് വാൻസ് ഞാൻ പറഞ്ഞത് ആക്ച്വലി വൺ റെപ്രസെൻസ് ടു ആണ്. വൺ റെപ്രസെൻസ് വാട്ട് യു ഓൾറെഡി ഹാവ്. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. മേ ബി ഒരു പ്രോജക്റ്റ് ആയിരിക്കാം, ഓൾറെഡി ആ പ്രോജക്റ്റ് ഇൻ പ്രോസസ് ആണ്. അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസൽ ആയിരിക്കാം, ഓൾറെഡി അത് ആ പ്രൊപ്പോസൽ ഓൺ ദി വേ ആയിരിക്കാം. ഓർ ജോബ് ഓഫർ കിട്ടി കാണും, ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് കാണും, ബട്ട് ഓഫർ കിട്ടിയിട്ടില്ല, ഇറ്റ്സ് ഇൻ പ്രോഗ്രസ് കൈൻഡ് ഓഫ്. മനസ്സിലാവണ്ടല്ലോ ഞാൻ പറയണത്. അപ്പം ഇതാണ് ടു ഓഫ് വാൻസ്. ഫസ്റ്റ് വാൻ ഞാൻ പറഞ്ഞത്. ദി അതർ വാൻ represents new opportunities. New opportunities is on your way. വളരെ നല്ല കാര്യമല്ലേ അത്? ഇപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അയ്യോ എന്താവും, കിട്ടുമോ, ജോലി കിട്ടുമോ, ഇല്ലേ? യെസ്, ജോലി കിട്ടും. ഇറ്റ്സ് എ വെരി നൈസ് തിങ്. വെരി നൈസ് തിങ്. ഐ ഹാവ് പിക്ഡ് അപ്പ് 6 cards for you and യുനോ അതാണ് നോക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് നമ്മളൊരു എന്താ ഒരു നല്ലൊരു ഹൈറ്റ്, ഇറ്റ്സ് ലൈക്ക് കാസലിന്റെ മുകളിൽ നിൽക്കുന്ന പോലെയാണ് ഈ ഒരു കാർഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് you have achieved the stability and now you are deciding where to go. ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഉണ്ട് കയ്യിൽ, ഗ്ലോബാണ് കയ്യിലുള്ളത്, ബട്ട് യു ആർ ഡിസൈഡിങ് വേ ടു ഗോ, വിച്ച് ഡയറക്ഷൻ ടു ടേക്ക്. ഓക്കെ, യെസ്, the first card is over. Out of 6 cards, this is the next card. Once again, this card is about 4 of Pentacles. 4 of Pentacles എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ്സ് 4 coins. 4 coins ഞാൻ പെൻറ്റക്കിൾസിനെ പറ്റിയിട്ട് പറയാം. ഇറ്റ്സ് അബൌട്ട് മെറ്റീരിയൽ, ഇറ്റ്സ് അബൌട്ട് വെൽത്ത്, ഇറ്റ്സ് അബൌട്ട് സെക്യൂരിറ്റി. ഇൻ ദ സെൻസ് അഗെയിൻ ദ ഫസ്റ്റ് കാർഡും ദ സെക്കൻഡ് കാർഡും ഓൾമോസ്റ്റ് the same ആണ് നമുക്ക് വന്നത്. In the sense that also first card also like you have something in your hand but you are deciding where to go. The second card says you have material, you have wealth, you have security. എന്താണ് വേണ്ടത് പൈഷ്യൻസിന് അല്ലേ? ഗോ ഹെഡ് ഗൈസ്, ഗോ ഹെഡ്. നൗ ഈ മണി ഓർ സ്റ്റേറ്റസ് ആ ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ മൈൻഡ് നമ്മളെ ഡോമിനേറ്റ് ചെയ്യാണ്. വിച്ച് വൺ ടു ചൂസ്, ദ മണി ഓർ ദ സ്റ്റേറ്റസ്? ദാറ്റ് യു ഹാവ് ടു ടേക്ക് എ കോൾ. യു ക്യാൻ ടേക്ക് ദ കോൾ ഫോർ ബോത്ത് മണി ആൻഡ് status. What's there? What's the problem? It's our wish. It's our wish. So money and status. Go for it. Then ഈ ഒരു പിക്ചറിൽ ദ കോയിൻ ഇസ് ഹെൽഡ് ടൈറ്റ്ലി. ഇങ്ങനെ വെച്ചിട്ടുണ്ട്, വെരി ടൈറ്റ്ലി ഹോൾഡ് ചെയ്തത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ദ ഫിയർ ഓഫ് ലൂസിങ് വാട്ട് യു ഹാവ്. ഡോണ്ട് ഫിയർ, ഡോണ്ട് ഗെറ്റ് സ്കെയ്ഡ്. എന്തിനാ പേടി? വാട്ട് യു ഹാവ് ഇസ് വാട്ട് യു ഹാവ്. നമുക്ക് അറിയണം അത് ലെറ്റ് ഗോ ചെയ്യണോ, അത് കൊടുത്തേക്കണോ, അല്ലെങ്കിൽ അതിലൊരു ചാൻസ് എടുക്കണോ, 50-50 ഇല്ല. ദാറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. യെസ്, ഈ ഒരു ബിസിനസ് ഉണ്ട്, ഇതിന് റിസ്ക് എടുക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ളതാണ്. സോ ദ ക്രൗൺ കോയിൻ, then coin held tightly to the chest. Another 4 cards I have. Then coin under the feet. രണ്ട് കോയിൻ ആണ് അണ്ടർ ദ ഫീറ്റ്. അണ്ടർ ദ ഫീറ്റ് ഓൾസോ you have 2 coins. So that says
സ്റ്റെബിലിറ്റി, ബട്ട് ഓൾസോ യു ആർ സ്റ്റക്ക്. സ്റ്റെബിലിറ്റി ഉണ്ട്, പക്ഷേ നിങ്ങൾ സ്റ്റക്കായി ഇരിക്കുകയാണ്. എന്തെടുക്കണം, വാട്ട് ടു ടേക്ക്, വാട്ട് നോട്ട് ടു ടേക്ക്, കൈൻഡ് ഓഫ് തിങ്. യു ആർ ഇൻ എ ഡൈലമ. അങ്ങനെയാണ്. ബട്ട് ഓവറോൾ ഐ എം ടെലിങ് യു, നമുക്ക് റിസ്ക് എടുക്കാതെ ഒരു ബിസിനസ്സിൽ റിസ്ക് എടുക്കാതെ സംടൈംസ് നമുക്ക് മുമ്പോട്ട് പോകാൻ ഒക്കില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ആ ടൈം കൂടെ നോക്കണം, റിസ്ക് എടുത്താൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന്. ഈ ഒരു പീരീഡ് ഞാൻ പറയാം, റിസ്ക് എടുത്താലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട്, ബിക്കോസ് ദ സ്റ്റാർസ് ആർ വിത്ത് യു. ഓക്കെ, സോ ഐ വിൽ ഗോ ഫോർ ദി നെക്സ്റ്റ് കാർഡ്. We finished two cards. Now the third card. Third card പറയാം. Yes. So next is another card. All Wands ആണല്ലോ നമുക്ക് കിട്ടുന്നത്. This is Three of Wands. Now once again, the Three of Wands is about growth, is about stability. ഗ്രോത്തും സ്റ്റെബിലിറ്റി ആണല്ലോ നമുക്ക് മെയിൻ വേണ്ടത്, അല്ലേ? ഗ്രോത്തും വേണം, ആ ഗ്രോത്തിന് ഒരു സ്റ്റെബിലിറ്റി വേണം, ഇല്ലെങ്കിൽ ദർ ഇസ് നോ പോയിന്റ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഗ്രോത്ത് ഉണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്, ആൻഡ് യു ക്യാൻ എക്സ്പാൻഡ് യുവർ പ്ലാൻസ്. എന്തെങ്കിലും പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക്, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ട്, യു ക്യാൻ ഗോ എഹെഡ് ആൻഡ് ഡു ഇറ്റ്. അനദർ തിങ് ഇസ് ലൈക്ക്, സി, opportunities will come your way, will definitely come your way. ഏത് ചൂസ് ചെയ്യണം, ഏത് ഓപ്പർച്യൂണിറ്റി എടുക്കണം ഈസ് പ്യുവർലി അപ് ടു യു, യുവർ ഇൻറ്റ്യൂഷൻ. നമ്മുടെ ഈ സി, യു ഓൾ ഹാവ് ടു ടോക്ക്, നമ്മൾ യൂണിവേഴ്സായിട്ട് കണക്ട് ആവണം. ഇത് ടാരോ ഈസ് സംതിങ് ലൈക്ക് ദാറ്റ്. നമ്മൾ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്തിട്ട് ജനറലി നമ്മൾ ചോദിക്കും ഫോർ പൈഷ്യൻസ്. സിമിലർലി you should talk to the universe, you should ask questions to the universe. ഞാൻ അങ്ങനെ ഒരു ബിസിനസ് പ്ലാൻ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്, ഇത് നല്ലതായിരിക്കുമോ, will I get success? The question what you are framing should be appropriate. അപ്പോൾ നമ്മളുടെ മൈൻഡിൽ ഡെഫിനറ്റ്ലി, ഐ എം ടെലിങ് യു, ഇതിന് മെഡിറ്റേഷൻ is good, but meditation alone will not suffice. You need to ask questions. Okay, now ഇതിൽ ഇപ്പോഴത്തെ കാർഡിൽ ഡിലേസ് വരാം, ചെറിയ ഡിലേസ് വരാം. അത് ഫ്രസ്ട്രേഷൻ വരരുത്. ആ റിസൾട്ട് വരാനായിട്ട് വരുന്നില്ലല്ലോ, ഇറ്റ് വിൽ കം യുവർ വേ. ചിലപ്പോൾ 3 വീക്സ് എടുക്കാമായിരിക്കും. ഇപ്പം നമ്മൾ പറയുന്നത് മാർച്ച് എൻഡ് വരെ ആണെങ്കിലും തന്നെ ചിലപ്പോൾ അത് ക്രോസ് ആവും, ഏപ്രിലോട്ടായിരിക്കും. അപ്പം ദാറ്റ് ഡസൻ മീൻ ദാറ്റ് യു നോ യു ആർ നോട്ട് ഗെറ്റിംഗ് ദ റിസൾട്ട്. യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ദ റിസൾട്ട്. ഓക്കെ, റിസൾട്ട്. പിന്നെ അടുത്തത് നമുക്ക് വിൽ ഗോ ടു ദ നെക്സ്റ്റ് കാർഡ്, ബിക്കോസ് ദിസ് ഈസ് ഓൾസോ ഓൾമോസ്റ്റ് ദ സെയിം. പ്രോപ്പർ പ്ലാനിങ് വേണം. അത് നമ്മളിപ്പോൾ കാർഡ് എടുത്താലും കാർഡ് എടുത്തില്ലെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലെങ്കിൽ ആ എക്സിക്യൂഷൻ കറക്റ്റ് ആ ചാർട്ട് ഇടണം. ദ സ്റ്റാർട്ട് ഡേറ്റ്, ദ എൻഡ് ഡേറ്റ്, ഇൻ ബിറ്റ്വീൻ കംസ് ദ എക്സിക്യൂഷൻ ആൻഡ് ദ ഫൈനൽ ആൻഡ് ദെൻ ദ റിവ്യൂ. അതേപോലെ നമ്മളെല്ലാ കാര്യത്തിലും, ഈ ഇൻ്റർവ്യൂ ആണെങ്കിലും ഓർ ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ പ്രൊപ്പോസൽ, മാരേജ് പ്രൊപ്പോസൽ, ഓക്കെ, I have gone and seen the girl, now the girl's parents will come here, all that sequence നമ്മൾ കറക്റ്റായിട്ട് ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഈ ചാർട്ടിന് ഒരു ടൈം കൊടുക്കുക, ഈ കോളമിന് ഒരു ടൈം കൊടുക്കുക. സോ യു വിൽ നോട്ട് ഗെറ്റ് ദ ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേറ്റ് ആയി പോകും. ഓക്കെ, ദെൻ പ്ലാൻസ്, നമ്മളുടെ നീഡ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, നൗ ഐ വിൽ ദ ചാരിയറ്റ് കാർഡാണ് നെക്സ്റ്റ് ഞാൻ വായിക്കാൻ പോണത്. ചാരിയറ്റ് കാർഡ് കാണുന്നുണ്ട്, അത് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ബിക്കോസ് ദ പ്ലേസ് വെയർ ഐ എം സിറ്റിംഗ്, ഐ തിങ്ക് ബിഹൈൻഡ് ആണ് ലൈറ്റ്. ഓക്കെ, നൗ ഐ വിൽ ടെൽ അബൌട്ട് ദി ചാരിയറ്റ്. യെസ്, ഞാൻ പറഞ്ഞ പോലെ ദ ചാരിയറ്റ് കാർഡ്, ഇതിൻ്റെ അകത്ത് പല ഫോട്ടോസും ഉണ്ട്. വേണമെങ്കിൽ കാണിക്കാം, അടുത്തുനിന്ന് കാണിക്കാം. ഇറ്റ്സ് ലൈക്ക്, ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് വിസിബിൾ. ഇറ്റ്സ് അബൌട്ട്, നമുക്കൊരു ചാലഞ്ച് വന്നതിന് ശേഷം നമ്മളവിടെ സ്റ്റക്ക് ആവാതെ മൂവ് ഫോർവേഡ് ആവണം എന്നാണ് ഈ കാർഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് പറയുന്നത് സ്ട്രോങ് സെൽഫ് കൺട്രോൾ. നമുക്ക് ഈ ഒരു കാർഡ് സേസ് ദ പേഴ്സൺ ഹൂ ഇസ് എ പൈഷ്യൻ ഹാസ് എ സ്ട്രോങ് ഡിറ്റർമിനേഷൻ, ഒരു സ്ട്രോങ് വിൽ പവർ ഉണ്ട്. യെസ്, ഞാൻ ചെയ്യുന്ന കാര്യം സക്സസ് ആവും, ആൻഡ് ഇതിൻ്റെ ത്രൂ എനിക്ക് വിക്ടറി കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ കാർഡ് ദ ചാരിയറ്റ് കാർഡിന് ഉണ്ട്. സോ ഇതിൻ്റെ അകത്ത്
ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്പിൻസെക്സ് ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുന്നുണ്ടല്ലോ, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. നൗ ഇറ്റ് ഈസ് ലൈക്ക് ഓപ്പോസിങ് ഫോഴ്സസ് ഇൻ ദ സെൻസ്, അത് സി ഇങ്ങനെ സേഫ് ഗാർഡ് ചെയ്തിട്ട് രണ്ട് സൈഡിൽ ഇരിക്കുകയാണ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? സിമ്പിൾ ആസ് ഇറ്റ് ഈസ്, ഇറ്റ് ഈസ് സേഫ് ഗാർഡിങ് യു, ഇറ്റ് ഈസ് പ്രൊട്ടക്ടിങ് യു ഫ്രം ഓൾ ദി നെഗറ്റീവ് എനർജി, പ്രൊട്ടക്ടിങ് യു. സോ ഇതിലും കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല. പ്രൊട്ടക്ഷൻ ആൻഡ് അതിന്റെ സ്ട്രെങ്ത് ആണത്. ഇറ്റ് ഈസ് ഷോയിങ് ദ സ്ട്രെങ്ത് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കാർഡ്. ബട്ട് യു ആർ ദ വൺ സിറ്റിംഗ് ഓൺ ദി ത്രോൺ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ മീനിങ് എന്താണ്? ഡെസ്റ്റിനി, യു ആർ ഡ്രൈവിംഗ് ദ ഡെസ്റ്റിനി ബിക്കോസ് യു ആർ ഗെറ്റിംഗ് ദ കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ ഫ്രം യുവർ. നമ്മളുടെ ഒരു എന്താ പറയാ, ഈ മൂവീസിലൊക്കെ കാണിക്കില്ലേ, ദേ ട്രൈ ടു ഡിഫെൻഡ് ദെംസെൽസ്. അതുപോലെ രണ്ട് പേരും ലൈക്ക് സിറ്റിംഗ് ഓൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. സോ ദിസ് ഇസ് എ പെർഫെക്റ്റ് കാർഡ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അനദർ കാർഡ് വിച്ച് ഐ റിയലി ലൈക്ക്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാർഡ് തന്നെയാണ് ദ മെജിഷ്യൻ കാർഡ്. സോ ദ മെജിഷ്യൻ കാർഡിനെ പറ്റിയിട്ട് പറയാം ഞാനിപ്പോൾ അബൌട്ട് ദിസ്. യെസ്, ദ മെജീഷ്യൻ കാർഡ് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മളുടെ കയ്യിൽ എല്ലാം ഉണ്ട്. വൺ ഇറ്റ് ഷോയിങ് അപ്പ്, ഇറ്റ്സ് റേസിങ് ഹിസ് ഹാൻഡ്. വെൻ യു ഹാവ് ഓൾ ദ ടൂൾസ് ആൻഡ് എബിലിറ്റീസ്, നമ്മളുടെ അടുത്ത് എല്ലാം ഉണ്ട്. നൗ എന്തെങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യണം. In the sense, everything material is ready in front of you. Now you need to do something. So ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യു ഹാവ് ടു ടോക്ക് ടു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. യു ഹാവ് ടു ഹാവ് ദാറ്റ് മാനിഫെസ്റ്റേഷൻ ഇൻസൈഡ് യു. യെസ്, ഇറ്റ്സ് ഓൾറെഡി ഡൺ. ഐ ഹാവ് സ്റ്റാർട്ടഡ് ദ ബിസിനസ്, ഇറ്റ്സ് ഗോയിങ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള യു ആർ ആക്ച്വലി മാനിഫെസ്റ്റേഷൻ നമ്മളുടെ കയ്യിൽ വേണം. യു ആർ ആക്ച്വലി തിങ്കിങ് സംതിങ് മൈൻഡിൽ വന്നത് ഇറ്റ്സ് ഓൾറെഡി ഡൺ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. യെസ്, ഞാൻ പറഞ്ഞ പോലെ ഈ കാർഡ് ദ മെജീഷ്യൻ കാർഡ്, വൺ ഇസ് യൂണിവേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യണം. ആൻഡ് വൺ സേസ് ഡൗൺ, അത് കാണാതെ. വൺ ഇസ് പോയിന്റിങ് ഡൗൺവേർഡ്സ്, ദി അതർ വൺ ഇസ് അപ്പ്. ഇറ്റ് ഈസ് ആക്ച്വലി കണക്ടിങ് വിത്ത് ദ സ്പിരിച്വൽ വേൾഡ് ആൻഡ് ഗിവിംഗ് ദി എനർജി ടു യു. അതാണ് ഈ കാർഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഓൺ ദ ടേബിൾ ഇഫ് യു ലുക്ക് അറ്റ്, ദർ ആർ 4 സിമ്പിൾസ്. വൺ ഇസ് വാൻഡ്. എനിക്കിപ്പോൾ ക്യാമറയിൽ കാണിക്കുമ്പോൾ അത് അത്ര ക്ലിയർ ഉണ്ടാവുമെന്ന് അറിയില്ല. വൺ ഇസ് ദ വാൻഡ്, അനദർ വൺ ഇസ് എ കപ്പ്, ഇനി ഒരെണ്ണം സ്വേർഡ് ആണ്, ആൻഡ് പെൻറ്റക്കിൾ ഉണ്ട്. ഇതെല്ലാം എലിമെന്റ്സ് നമ്മുടെ ലൈഫിലെ ഒരു, ഇറ്റ് റെപ്രസെന്റ്സ് ആക്ഷൻ, എമോഷൻ, ദെൻ ഇന്റലക്ട് ആൻഡ് നമ്മുടെ മെറ്റീരിയൽ വേൾഡ്, നമ്മുടെ മെറ്റീരിയൽ ഇതാണ്. ആൻഡ് ദർ ആർ ഫ്ലവേഴ്സ് അറൗണ്ട് ഹിം. ആ മെജീഷ്യന്റെ അറൗണ്ട് ദർ ആർ ഫ്ലവേഴ്സ്. ദാറ്റ് ഈസ് കോൾഡ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഗ്രോത്ത്. Flowers everywhere around him. That is a creativity. ഇതാണ് ഈ കാർഡിന്റെ മീനിങ്. ദാറ്റ് മീൻസ് ഓൾ റൗണ്ട് എനിക്ക് പറയണമെങ്കിൽ ദിസ് ഈസ് എ വെരി ഗുഡ് കാർഡ്. ആൻഡ് നിങ്ങളുടെ ടാലൻസും സ്കില്ലും വെച്ച് നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഓരോരോ കാര്യം ക്ലോസ് ചെയ്യാൻ പറ്റും, ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഇതിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഈ കാർഡിൽ, എടുത്ത കാർഡിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാർഡ് ഉണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി പറഞ്ഞുതരാം. ദ ലാസ്റ്റ് കാർഡ് ഈസ് ഓൾസോ സ്ട്രെങ്ത്തിന്റെ കാർഡാണ് വരുന്നത്. ദാറ്റ് ഓൾസോ ഐ ടെൽ യു. സ്ട്രെങ്ത്തിന്റെ നമുക്ക് ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. പൈഷ്യൻസ്, നമ്മൾ സെൽഫിന് ഡൗട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ വി ഷുഡ് ഹാവ് ദറ്റ് കോൺഫിഡൻസ് ലെവൽ. ഓവർ കോൺഫിഡൻസ് ബാഡ് ആണ്. അറ്റ് ടൈംസ് പൈഷ്യൻസിന് ഓവർ കോൺഫിഡൻസും ഉണ്ട്. ഓവർ കോൺഫിഡൻസ് അല്ല, ബട്ട് കോൺഫിഡൻസ് ലെവൽ മസ്റ്റ് ആണ്. അപ്പം യു ഹാവ് ടു ഗെയിൻ ദാറ്റ്. അത് ബൈ മെഡിറ്റേറ്റിംഗ്, ബീങ് പോസിറ്റീവ്, അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരും. ആൻഡ് പൈഷ്യൻസിന് വളരെ കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം പൈഷ്യൻസ് ആർ നോട്ട് യൂസിങ് ദർ പൊട്ടൻഷ്യൽ. അത് വെളിയിലോട്ട് വരുന്നില്ല. യു വിൽ ഹാവ് ടു യൂസ് യുവർ, നല്ല സ്കില്ലുള്ള ആൾക്കാരാണ്. ആൻഡ് ഈവൻ വെൻ ഐ വാസ് ആക്ച്വലി കണക്ടിങ് ടു ദ യൂണിവേഴ്സ്, എന്താണ് പവർ വരുന്നത്? ഇറ്റ്സ് ലൈക്ക് മെഡിറ്റേറ്റിംഗ്. ആൻഡ് ആസ് സൂൺ ആസ് ഐ കെയിം ഫ്രം ഓഫീസ്, ഐ ജസ്റ്റ് ഫ്രഷൻഡ് അപ്പ്. വിചാരിച്ചു ഇല്ല, ഐ എം നോട്ട് ഗോയിങ് ടു ഹാവ് എനിത്തിങ് നൗ, ഐ വിൽ ഡു ദിസ്. ആൻഡ് ദെൻ ആ ഒരു ഡിറ്റർമിനേഷൻ, യെസ്, ഇതേപോലത്തെ ഡിറ്റർമിനേഷൻ ആണ് പൈഷ്യൻസിന് ഉള്ളത്. സോ യു ഓൾ ഹാവ് ദിസ്. നൗ ഐ ഹാവ് എ ലാസ്റ്റ് കാർഡ്. Last card is patient.
ഏറ്റവും ലാസ്റ്റ് കാർഡ് ഈസ് അബൌട്ട് ദ സ്ട്രെങ്ത്. അയ്യോ, കാർഡ് ഇതില്ലാത്ത വെച്ചു. നൗ ദ സ്ട്രെങ്ത് ആണ്. യെസ്, സ്ട്രെങ്ത്. ദ വുമൻ ഈസ് ആക്ച്വലി ഹോൾഡിങ് എ ലയൺ. അതാണ് സ്ട്രെങ്ത് എന്നെ പറ്റിയിട്ട്. സോ നൗ ആക്ച്വലി ഇതിൻ്റെ അകത്ത് ലയൺ എന്ന് വെക്കുന്നത് നമ്മളുടെ എമോഷനും നമ്മളുടെ ഇൻസ്റ്റിങ്ക്റ്റ്, നമ്മളുടെ അകത്തുനിന്ന് വരുന്ന ഒരു മെസ്സേജ്, ഒരു കോൾ, ആ ഇൻസ്റ്റിങ്ക്റ്റും പിന്നെ ചാലഞ്ചസും ആണ് ഈ ഒരു ലയനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ വുമൻ കാംലി ഹോൾഡ് ചെയ്യാണ് ആ ലയനെ. ആ കമ്പാഷൻ, ആ ഉള്ളിൽ ഇന്നർ സ്ട്രെങ്ത്. ലയനൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. ബട്ട് ദറ്റ് ഇന്നർ സ്ട്രെങ്ത്, വൈൽഡ് എനർജിയാണ് വുമൻ. വൈൽഡ് എനർജി. പൈഷ്യൻസ് മെയിലും വുമനും കാണുന്നുണ്ടാവും. ഫീമെയിൽ കാണുന്നുണ്ടാവും എൻ്റെ പ്രോഗ്രാം. ബട്ട് ഇത് ഈ ഒരു സ്ട്രെങ്ത് വുമൻ റെപ്രസെൻറ്റഡ് കാർഡാണ്. വുമന് ആസ് ഐ സെഡ് വളരെ കമ്പാഷൻ ആൻഡ് ദാറ്റ് ഇന്നർ എനർജീസ് കൺട്രോളിങ്, ദാറ്റ് വൈൽഡ് എനർജീനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവറാണ് ഈ കാർഡിൽ ഉള്ളത്. ഇൻഫിനിറ്റി സിമ്പിളാണ്. ഇങ്ങനെ ഒരെണ്ണം കാർഡ് വരുന്നുണ്ട്. ലൈക്ക് കാർഡ് കാണുന്നുണ്ടോ അറിയില്ല. സോ ബിക്കോസ് ദ ലൈറ്റ് റിഫ്ലക്ഷൻ ആയതുകൊണ്ട് കാണുന്നുണ്ടോ അറിഞ്ഞൂടാ. ഇതിൻ്റെ അകത്ത് പൈഷ്യൻ ബോൺ ആൾക്കാർക്ക്, എസ്പെഷ്യലി വുമൻ ഐ എം ടോക്കിംഗ് അബൌട്ട്, അൺലിമിറ്റഡ് വിസ്ഡം ആൻഡ് ദറ്റ് ആ ഒരു പവർ, സ്പിരിച്വൽ പവർ ഉണ്ട് 2026 മാർച്ചിൽ. യെസ്, യു ഹാവ് ദറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യു ഗോ ഫോർ ഇറ്റ്. നല്ല ബാലൻസിങ് ആണ്. യു വിൽ ഹാവ്, ബട്ട് അറ്റ് ദ സെയിം ടൈം യു നീഡ് ടു കൺട്രോൾ യുവർ ആങ്കർ മാനേജ്മെന്റ് ചെയ്തേ പറ്റും. ഇന്നർ കറേജ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇത്രയും കാര്യങ്ങൾ നല്ലത് വരുമ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് ലെവൽ നമുക്ക് കൂടുകയാണ്. കോൺഫിഡൻസ് ലെവൽ കൂടുമ്പോൾ സംവേർ ഡൗൺ ദ ലൈൻ, ഈ കോൺഫിഡൻസ് ആൻഡ് ഓവർ കോൺഫിഡൻസ് ഇസ് എ തിൻ ലൈൻ. അപ്പം ഇതിൽ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻസ്, യു വിൽ ഗെറ്റ് ഇൻ ടു ദി ഓവർ കോൺഫിഡൻസ്. അപ്പം നമുക്ക് ആങ്കർ, ഭയങ്കര യെസ് ഐ ക്യാൻ ഡു എനിത്തിങ് കൈൻഡ് ഓഫ് എ തോട്ട് വരും. അത് വരാതിരിക്കുക. Okay, that's all for till 15th March. Now next ഞാൻ അതിൻ്റെ another reading ഞാൻ 14th March അപ്ലോഡ് ചെയ്യാം. Until then, good night. Thank you so much. Please subscribe my channel. Bye.